നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ചില രഹസ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ വലിയ പാടാണ്. ഒളിപ്പിച്ചു വയ്ക്കുവാൻ പറ്റാത്ത വിധം അത് നമ്മെ ത്രസിപ്പിക്കുന്നതായിരിക്കും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയായിരിക്കും. സാക്ഷാൽ ദൈവമായിരുന്നവൻ നമ്മളിലൊരുവനെ പോലെ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നതും, അതായത് യേശുക്രിസ്തുവിൻ്റെ ആഗമനവും അപ്രകാരമുള്ള ഒരു സംഭവമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ തങ്ങൾ കേട്ടതും കണ്ടതുമെല്ലാം ആ ആട്ടിടയന്മാർ ലോകരോട് പറഞ്ഞു. ഇന്നും 2000-ൽ പരം വർഷങ്ങൾക്ക് ശേഷവും ആ യേശുക്രിസ്തുവിനെ പറ്റി പറയുവാൻ, ആ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, ആ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നാം വെമ്പൽ കൊള്ളുന്നത് അവൻ അത്രമാത്രം ശ്രേഷ്ഠനായതുകൊണ്ടാണ്, അത്രമാത്രം മഹാനായതുകൊണ്ടാണ്, അത്രമാത്രം നല്ലവനായതുകൊണ്ടാണ്, അവൻ അത്രമാത്രം നമ്മെ ത്രസിപ്പിക്കുന്നവനായതുകൊണ്ടാണ്, അവൻ നമ്മുടെ രക്ഷകനായതുകൊണ്ടാണ്, നമ്മുടെ പാപപരിഹാരകനായതുകൊണ്ടാണ്, അവൻ നമുക്ക് നിത്യജീവൻ നൽകിയവനായതുകൊണ്ടാണ്, അവൻ സകലത്തിന്മേലും കർത്തൃത്വം നടത്തുന്ന നമ്മുടെ കർത്താവായതുകൊണ്ടാണ്. This news of Jesus Christ is too good to keep to ourselves. ഇതൊരു വലിയ രഹസ്യമാണ്. എന്താണ് ദൈവം യേശുക്രിസ്തുവിൽ ഒളിപ്പിച്ചു വച്ചിരുന്നത്, മറച്ചു വച്ചിരുന്നത്? ആ രഹസ്യം എന്തായിരുന്നു? വിശുദ്ധ ബൈബിളിൽ രഹസ്യം അഥവാ മർമ്മം എന്ന് നാം പലയിടത്തും കാണുന്നുണ്ട്. ഇതിന് മിസ്റ്ററി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് മിസ്റ്റീരിയോൺ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഈ രഹസ്യത്തെപ്പറ്റി മനസ്സിലാക്കുന്നു. എന്തായിരുന്നു ആ രഹസ്യം, ആ മർമ്മം? First Timothy chapter 3 verse 16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. ദൈവഭക്തിയുടെ മർമ്മം, മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. Beyond all questions, the mystery of godliness is great. He appeared in a body. He was vindicated by the Spirit. He was seen by angels. He was preached among the nations. He was believed on in the world. He was taken up in glory. ഇതാണ് ദൈവഭക്തിയുടെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ഇവിടെ നാം കണ്ടത് യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് ദൈവഭക്തിയുടെ മർമ്മം. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്. യേശുക്രിസ്തുവാണ് ആ ബോധ്യം നമുക്ക് നൽകിയത്. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തിലൂടെയാണ് അത് സാധ്യമായത്. ഇത് നിഗൂഢതയോ രഹസ്യമോ മർമ്മമോ ആയിരിക്കുന്നത് ഇത് അജ്ഞാതമായതുകൊണ്ടല്ല, അവ്യക്തമായതുകൊണ്ടല്ല, അറിയുവാൻ അസാധ്യമായതുകൊണ്ടല്ല, ഇത് അൺസർട്ടൻറ്റി അല്ല, ഇത് മിസ്റ്റിസിസം അല്ല. ഇത് മിസ്റ്ററി ആയിരിക്കുന്നത്
യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാത്തിടത്തോളം കാലം, യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാത്തിടത്തോളം കാലം യേശുവിനെ പറ്റി ആർക്കും അറിയുവാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. യേശുവിനെ ഗ്രഹിക്കുവാനുള്ള താക്കോൽ നമുക്ക് ലഭിക്കാത്തിടത്തോളം കാലം ആ രഹസ്യത്തിലേക്ക് കടക്കുവാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഇത് മിസ്റ്ററി ആയിരിക്കുന്നത്. യേശുവിൻ്റെ ആ മർമ്മം ഗ്രഹിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നത് അത് വിശദമായി നാം പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. യേശുവാണ് ദൈവത്തിൻ്റെ മർമ്മം, ദൈവത്തിൻ്റെ രഹസ്യം. ദൈവം നമ്മിൽ നിന്നും മറഞ്ഞിരിക്കുന്നവനാണ്. എന്നാൽ യേശുവിലൂടെ ആ മറഞ്ഞിരുന്ന ദൈവം നമുക്ക് പ്രത്യക്ഷമായി. എന്താണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം? നമ്മുടെ അസ്തിത്വത്തിൻ്റെ ലക്ഷ്യമെന്താണ്? നാം എവിടെ നിന്നാണ് വന്നത്? നാം എവിടേക്കാണ് പോകുന്നത്? നാം എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത് എന്ന് യേശുവിലൂടെയാണ് നാം മനസ്സിലാക്കിയത്. യേശുവാണ് അതിനുള്ള ഉത്തരം. ഇന്നും എന്തിനാണ് താൻ ഈ ഭൂമിയിലായിരിക്കുന്നത് എന്ന് അറിയാത്ത എത്രയോ കോടി ജനങ്ങളുണ്ട്. അവർ യേശുവിനെ അറിയണം. ഈ രഹസ്യം അവർ അറിയണം. അതവർ അറിയുമ്പോഴാണ് അവർ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിൽ നമുക്ക് പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നിത്യമരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട നമുക്ക് നിത്യജീവൻ്റെ ആസ്വാദനം ലഭിക്കും. ഇതെല്ലാം രഹസ്യമായിരുന്നു. യേശുവിലൂടെയാണ് ഇതെല്ലാം വെളിപ്പെടുത്തപ്പെട്ടത്. ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക് തന്നതിനാലാണ് ഇതെല്ലാം അറിയുവാനായത്. യേശു ഇതെല്ലാം നമ്മോട് അറിയിച്ചതിനാലാണ് നാം അറിഞ്ഞത്. ഞാൻ തന്നെ വാതിലാവുന്നു എന്ന് പറഞ്ഞ യേശു ആ വാതിൽ നമുക്കായി തുറന്നു തന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു ഉള്ളവർക്ക് നിത്യജീവനുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ കൂടാതെ ഉള്ളവർക്ക്, അഥവാ ക്രിസ്തുവിന് പുറത്തുള്ളവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെപ്പറ്റിയോ മനുഷ്യൻ്റെ ആത്യന്തികമായ അവസ്ഥയെപ്പറ്റിയോ ഒരറിവുമില്ല. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അവരോട് യേശുവിനെയും അവൻ്റെ സുവിശേഷത്തെയും പറ്റി പറഞ്ഞിരിക്കുന്നത്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ്. കൊലോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 26. നമുക്ക് 25, 26, 27 വാക്യങ്ങൾ വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. I have become its servant by the commission God gave me to present to you the word of God in its fullness, the mystery that has been kept hidden for ages and generations, but is now disclosed to the saints. To them God has chosen to make known among the Gentiles the glorious riches of this mystery, which is Christ in you, the hope of glory. അതാണ് ആ മിസ്റ്ററി. ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഗോഡ്ലിനെസ് ഈസ് ട്രൂ ക്രിസ്ത്യൻ ലിവിങ്. ഹൗ അവർ ലൈഫ് ഇസ് ട്രാൻസ്ഫോംഡ്. നമ്മുടെ ജീവിത രൂപാന്തരമാണ് ദൈവഭക്തിയുടെ മർമ്മം. ക്രിസ്തീയ ജീവിതം ദൈവിക ജീവിതമാണ്. അത് സാധ്യമാകുന്നത് യേശുക്രിസ്തുവിലും അവൻ നൽകുന്ന ജീവശക്തിയിലുമാണ്. അല്ലാതെ ഇത് മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടോ
കടുകട്ടിയായ നിയമസംഹിതകൾ പാലിക്കുന്നത് കൊണ്ടോ ചെയ്തെടുക്കുവാൻ പറ്റുന്ന ഒന്നല്ല. അത് യേശുക്രിസ്തുവുമായുള്ള ഒരുവൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന്, അതായത് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ആ ബന്ധം ഒരുവൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു അവനോട് കാണിച്ച സ്നേഹവും പാപക്ഷമയും കരുണയും ഓർത്താണ്. എന്താണ് യഥാർത്ഥ ക്രിസ്തീയത? എന്താണ് യഥാർത്ഥ ക്രിസ്തീയത്വം? ക്രിസ്തീയത്വം മതമല്ല, അതിന് വിപരീതമായ ഒന്നാണ്. ഒരു ഡെയ്റ്റിയെയോ മൂർത്തിയെയോ പ്രസാദിപ്പിക്കുവാനുള്ള കർമാദികളോ നിയമവ്യവസ്ഥകളോ ഒന്നുമല്ല ക്രിസ്തീയത. അത് യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം മൂലം നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പാണ്. യേശു തൻ്റെ രക്തം മൂലം നമ്മെ വീണ്ടെടുത്തു, നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുത്തു. ദൈവത്തിൻ്റെ മുൻപാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ നീതീകരിച്ചു. അതായത് നമ്മുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു. ഈ വീണ്ടും ജനനം എന്നത് ആത്മീകമാണ്. അത് മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും മനസ്സും എല്ലാം രൂപാന്തരപ്പെടുത്തി മനുഷ്യനെ യഥാർത്ഥ ദൈവഭക്തനാക്കുന്നു. ദാറ്റ് പ്രൊഡ്യൂസസ് ട്രൂ ഗോഡ്ലിനെസ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു. 1 John chapter 1 verses 1-4. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവാം ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, താൻ കണ്ടതും കേട്ടതും കൈ തൊട്ടതും, അതായത് ജീവൻ്റെ വചനം സംബന്ധിച്ച അക്കാര്യമാണ്. ആ നിത്യജീവൻ പ്രത്യക്ഷമായി. എന്താണ് ആ നിത്യജീവൻ? ആരാണ് ആ നിത്യജീവൻ? ആ നിത്യജീവനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത് എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ യേശുക്രിസ്തു എന്ന ആ രക്ഷ, യേശുക്രിസ്തുവിൽ ദൈവം മറച്ചു വച്ചിരുന്ന ആ മർമ്മം, ആ രഹസ്യം എല്ലാവിധമായ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മേലെ മഹത്തരമാണ്. ബിയോണ്ട് ഓൾ ക്വസ്റ്റ്യൻസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് ഈസ് ഗ്രേറ്റ്. നാം ഒന്ന് മനസ്സിലാക്കണം, ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് മറ്റ് യാതൊരു വ്യക്തിയോ ശക്തിയോ, സാധാരണയായി മനുഷ്യൻ പറയുന്നത് പോലെ പ്രകൃതിയോ പ്രകൃതി ശക്തികളോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് അനുസരണമായി യേശുക്രിസ്തുവാണ് സ്വർഗത്തിൽ നിന്ന് സകലത്തിന്മേലും വാഴുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് റെയിനിങ് ഫ്രം ഹെവൻ ആൻഡ് ഡയറക്റ്റിംഗ് എവറിത്തിങ് ടു ഗോഡ്സ് അപ്പോയിൻറ്റഡ് ഗോൾ. ഹി ഈസ് ദ വൺ പേഴ്സൺ with his power rules everything. മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, അതായത് ദൈവഭക്തിയുടെ മർമ്മം, അതിനാൽ തന്നെ വലുതും മഹത്തരവുമാണ്. അതെ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു,
ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ഭുവനമൊന്നാകെ പടച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ, ഭുവനമൊന്നാകെ പടച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സുമനസാ, പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സുമനസാ, നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴുന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ, നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴുന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം. അനുദിനമനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനമാവനു, കനിവൊരു കനികയുമെന്നിയെ നൽകിയ കഴുമരം ചുമപ്പതു കാൺമീൻ, കനിവൊരു കണികയുമെന്നിയെ നൽകിയ കഴുമരം ചുമപ്പതു കാൺമീൻ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ, കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ, ശരിക്കിരുമ്പാണികൾ തറപ്പതിനാ ഏതു സ്മരിക്കുകിൽ വിസ്മയനീയം, ശരിക്കിരുമ്പാണികൾ തറപ്പതിനാ
നാവാൽ വർണ്യമോ ദൈവകരുണേ